SDPIയുടെ ദില്ലി ആസ്ഥാനം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വ്യാപക റെയ്ഡ് കേരളത്തിൽ തിരുവനന്തപുരം, മലപ്പുറം ഉൾപ്പെടെ രാജ്യവ്യാപകമായി 12 ഇടങ്ങളിലാണ് ഇഡിയുടെ പരിശോധന നടന്നത്. കള്ളപ്പണ നിരോധന നിയമപ്രകാരം SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് നടപടി. ഇഡി റെയ്ഡ് ജനാധിപത്യ വിരുദ്ധവും സ്വേച്ഛാധിപത്യ നടപടിയുമെന്ന് SDPI പറഞ്ഞു. സിബി നൽകും സമഗ്രമായ വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ദില്ലി വിമാനത്താവളത്തിൽ വെച്ച് കള്ളപ്പണ നിരോധന നിയമപ്രകാരം SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ ഇഡി അറസ്റ്റ് ചെയ്തത്. 6 ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ ഫൈസിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനിടെയാണ് ഇഡിയുടെ രാജ്യവ്യാപക റെയ്ഡ്. ദില്ലിയിൽ SDPIയുടെ ആസ്ഥാനം ഉൾപ്പെടെ 2 ഇടത്തും, കേരളത്തിൽ മലപ്പുറം, തിരുവനന്തപുരം, ആന്ധ്രാപ്രദേശിലെ നന്ദ്യാൽ, ജാർഖണ്ഡിലെ പാക്കൂർ, മഹാരാഷ്ട്രയിലെ താനെ, ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത, ലക്നൌ, ജയ്പൂർ എന്നിവയുൾപ്പെടെ 12 ഇടങ്ങളിലായിരുന്നു റെയ്ഡ്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയാണ് SDPI എന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സംഘടന അനധികൃതമായി കോടികൾ കൈപ്പറ്റിയിട്ടുണ്ടെന്നുമാണ് ഇഡിയുടെ ആരോപണം. SDPIക്കും ഫൈസിക്കും പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും 4 കോടി രൂപ ലഭിച്ചിട്ടുണ്ടെന്നും ഇഡി പട്യാല കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരുന്നു. 2022 സെപ്റ്റംബറിലാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. 2009 മുതൽ SDPI ഒരു രാഷ്ട്രീയ പാർട്ടിയായും പ്രവർത്തിക്കുന്നു. എന്നാൽ ആന്തരികമായി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായും ബാഹ്യമായി സാമൂഹ്യ പ്രസ്ഥാനവുമായിട്ടാണ് SDPI പ്രവർത്തിക്കുന്നതെന്നാണ് ഇഡിയുടെ ആരോപണം. കൈരളി ന്യൂസ്, ദില്ലി.